ഹായ് ഓൾ, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കൊത്തു പൊറോട്ടയുടെ ഒരു റെസിപ്പിയാണ്. ചിക്കൻ കൊത്തു പൊറോട്ട പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എഗ് കൊത്തു പൊറോട്ട. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊറോട്ട ചെറുതായിട്ട് കൊത്തിയോ നുറുക്കിയോ എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒരു പ്രാവശ്യം കറക്കിയെടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നുറുക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് 3 മുട്ട പുഴുങ്ങിയെടുക്കണം. മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതിലെ മഞ്ഞക്കരുവും വെള്ളക്കരുവും സെപ്പറേറ്റ് ചെയ്തിട്ട് മഞ്ഞക്കരു ചെറുതായിട്ട് പൊടിച്ചു വയ്ക്കുക. വെള്ളക്കരുവും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കരു ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനൊപ്പം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ വെള്ള നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മഞ്ഞക്കരുവും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞക്കരു ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മഞ്ഞക്കരു അതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കാഷ്യൂവും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. ഈ കാഷ്യൂവിനും കിസ്മിസിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അളവനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ സവോളയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള പെട്ടെന്ന് വഴന്നിട്ടാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്തുക. ഒന്ന് വഴറ്റിയതിന് ശേഷം 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് എന്തുണ്ടാക്കിയാലും എണ്ണയിലിട്ട് 1-2 മിനിറ്റ് വഴറ്റിയാലേ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുള്ളൂ. എന്നാലേ കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പൊറോട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പൊറോട്ട പൊടിച്ചു വെച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിനുശേഷം ഇത് കുറച്ച് നേരത്തേക്കും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി.
ഈ പൊറോട്ടയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊറോട്ട കഷ്ണങ്ങളിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വേണം എന്നുള്ളവർ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ കിടക്കുന്ന പോലെ തന്നെ അത്രയും ടേസ്റ്റിയാണ് ഈ മുട്ട ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ശേഷം അതുപോലെ ഈ മുട്ട മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കാണുന്ന രീതിക്ക് തന്നെ മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി എഗ് കൊത്തു പൊറോട്ട റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.